ഹലോ ഫ്രണ്ട്സ്, CA, CMA, CS ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് വേണ്ടിയുള്ള ഇൻകം ടാക്സ് സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സസിൻ്റെ അസസ്മെൻറ്റ് ഇയർ 25-26 അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 24-25 ക്ലാസ്സാണിത്. ഇത് മെയിനായിട്ട് സെപ്റ്റംബർ 25 എക്സാം എഴുതുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇവിടെ നമ്മൾ PGBP പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ അതിൻ്റെ പാർട്ട് 2 ആയ അഡ്മിസിബിൾ ഡിഡക്ഷൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. നമ്മൾ നേരത്തെ സെഷൻ 28, 41, 29, 30, 31 ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. ഇത് സെക്ഷൻ 32 ഡിപ്രിസിയേഷൻസാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. സെക്ഷൻ 32 ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. സെക്ഷൻ 32 ഡിപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അസറ്റിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ കിട്ടും ബിസിനസ്സിൽ. ഓക്കെ, അപ്പം ഡിപ്രിസിയേഷൻ 2 തരത്തിലാവാം. SLM മെത്തേഡ്, DDV മെത്തേഡ് ആവാം. DDV മെത്തേഡിൽ എന്താണ്? ഇപ്പോൾ ആക്ച്വൽ കോസ്റ്റ് ഫസ്റ്റ് ഇയറിൽ നിങ്ങളൊരു അസറ്റ് വാങ്ങിച്ചു, അത് ആക്ച്വൽ കോസ്റ്റ് ഉണ്ട്. ആ ആക്ച്വൽ കോസ്റ്റിൻ്റെ ഡിപ്രിസിയേഷൻ, ഫോർ എക്സാമ്പിൾ 10% ഡിപ്രിസിയേഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ 10% ഡിപ്രിസിയേഷനെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഡിപ്രിസിയേഷൻ വാല്യൂ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്നതാണ് DDV എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ DDV അതായിരിക്കും. ആ DDVയിലാണ് നെക്സ്റ്റ് ഇയറിൽ അതിനെയാണ് നമ്മൾ വീണ്ടും ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് DDV മെത്തേഡ് വരുന്നത്. പക്ഷേ SLM മെത്തേഡിൽ അങ്ങനെയല്ല. എല്ലാ പ്രാവശ്യവും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആക്ച്വൽ കോസ്റ്റ് തന്നെ ആയിരിക്കും. നമ്പർ ഓഫ് ഇയേഴ്സ്, ഇപ്പം ലൈഫ് ഓഫ് ദ അസറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര വർഷത്തേക്കാണോ അത്രയും കൊല്ലം നിങ്ങൾ ആ ആക്ച്വൽ കോസ്റ്റിനെ ഡിപ്രിസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം 5 കൊല്ലത്തേക്കാൾ ലൈഫെങ്കിൽ 5 കൊല്ലം കൊണ്ട് അത് 0 ആവും. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂവിനായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതാണ് നമ്മൾ 2 തരത്തിൽ ഡിപ്രിസിയേഷൻ കാണുന്നത്. ഇവിടെ ഇൻകം ടാക്സിൻ്റെ റൂൾസ് അനുസരിച്ച് SLM മെത്തേഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പവർ സെക്ടർ അണ്ടർടേക്കിങ്ങിന് മാത്രമേ ഉള്ളൂ. ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ അങ്ങനെ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് മാത്രമേ, പവർ ജനറേഷൻ കമ്പനിയോ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയോ അങ്ങനെയുള്ള കമ്പനികൾക്ക് മാത്രമേ SLM മെത്തേഡ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ ഒരു ഇൻഡസ്ട്രിക്കും SLM മെത്തേഡ് ആപ്ലിക്കബിൾ അല്ല. ഈ പവർ സെക്ടർ കമ്പനികൾക്ക് SLM മെത്തേഡോ DDV മെത്തേഡോ ഓപ്റ്റ് ചെയ്യാം. പക്ഷേ വൺസ് ഓപ്റ്റ് ചെയ്താൽ ദാറ്റ് വിൽ കണ്ടിന്യൂ. മറ്റുള്ള ഇൻഡസ്ട്രീസിനെല്ലാം DDV മെത്തേഡ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഡിപ്രിസിയേഷൻ നമുക്ക് ഈ വർഷം ഡിപ്രിസിയേഷൻ ഞാൻ ക്ലെയിം ചെയ്യാം, അടുത്ത കൊല്ലം ക്ലെയിം ചെയ്യുന്നില്ല എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റില്ല. ഡിപ്രിസിയേഷൻ എല്ലാ കൊല്ലവും ക്ലെയിം ചെയ്തേ പറ്റുകയുള്ളൂ. ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാതിരിക്കാം. പക്ഷേ നിങ്ങൾ ക്ലെയിം P&L ഡിഡക്ഷൻ കാണിച്ചാലും ഇല്ലെങ്കിലും DDV കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഈ വർഷം നിങ്ങൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തു, നെക്സ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തില്ല, 3ാമത്തെ കൊല്ലം വീണ്ടും ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ 2 കൊല്ലത്തെ ഡിപ്രിസിയേഷൻ കണക്കാക്കി അത് നിങ്ങൾ ഒറിജിനൽ കോസ്റ്റിൽ നിന്നും DDV മെത്തേഡിൽ നിങ്ങൾ മൈനസ് ചെയ്യുക. DDV മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മൈനസ് ചെയ്ത് ബാക്കി കിട്ടുന്ന ഡിപ്രിസിയേഷൻ എടുത്തിട്ട് ബാക്കി കിട്ടുന്ന DDV എടുത്തിട്ട് ആ DDVയിൽ വേണം ഡിപ്രിസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ ഒറിജിനൽ കോസ്റ്റ് എടുത്തിട്ട് 2ാമത്തെ കൊല്ലം നിങ്ങൾ യൂസ് ചെയ്തില്ല ഡിപ്രിസിയേഷൻ, അതുകൊണ്ട് ആ പറയുന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ കോസ്റ്റ് എടുത്തിട്ട് അതിനെ ഡിപ്രിസിയേഷൻ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കോസ്റ്റിൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റുകയില്ല. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഈ കൊല്ലം ഒരു അസറ്റ് വാങ്ങിച്ചു. അസറ്റ് വാങ്ങിച്ച വർഷത്തിൽ നിങ്ങളുടെ പ്രോഫിറ്റ് നോക്കുമ്പം ആ പ്രോഫിറ്റ്
ജസ്റ്റ് 1 lakh ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ 1 lakh ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് എലിജിബിളായിട്ട് ടാക്സ് ഫ്രീ ആയിട്ട് മറ്റ് സേവിങ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 7 lakhs വരെ വിത്തൗട്ട് ടാക്സ് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നിങ്ങളിപ്പോൾ അത് ക്ലെയിം ചെയ്താലും ഇല്ലെങ്കിലും ടാക്സബിൾ അല്ല. അപ്പം നമ്മൾ കരുതുന്നു ഇത് ഇപ്രാവശ്യം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യേണ്ട, അടുത്ത കൊല്ലം എൻ്റെ പ്രോഫിറ്റ് ചിലപ്പം 10 ലക്ഷം പോയെന്നിരിക്കും. 10 ലക്ഷം പോകുമ്പോൾ ഇല്ലെങ്കിൽ 15 ലക്ഷം പോയെന്നിരിക്കട്ടെ, ആ സമയത്ത് എനിക്ക് ടാക്സ് കുറയ്ക്കാനുള്ള ഒരു ടൂളായിട്ട് ഇതിനെ എനിക്ക് യൂസ് ചെയ്യാം. ഈ 2 കൊല്ലത്തെ ഡിപ്രീസിയേഷൻ അപ്പം ഇപ്പോഴത്തെ ഡിപ്രീസിയേഷൻ എനിക്ക് 3ാമത്തെ കൊല്ലം, ഫസ്റ്റ് ഇയറിൽ ചെയ്തില്ല അല്ലെങ്കിൽ 2ാമത്തെ കൊല്ലം ചെയ്യാം. 2ാമത്തെ കൊല്ലം ഞാൻ ക്ലെയിം ചെയ്യുന്നു. ക്ലെയിം ചെയ്യുമ്പം എനിക്ക് ആ ഡിപ്രീസിയേഷൻ യൂസ് ചെയ്ത് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 2ാമത്തെ കൊല്ലം ഇത് ക്ലെയിം ചെയ്യുമ്പം ഫസ്റ്റ് ഇയറിലെയും 2ാമത്തെ കൊല്ലത്തെയും ഡിപ്രീസിയേഷൻ ഒറിജിനൽ കോസ്റ്റ് ചെയ്ത് മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിന് വേണം, ആ WDV വേണം ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ കുറയ്ക്കാനായിട്ട്. ഓക്കെ, അതായത് WDV കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. നിങ്ങൾ അതായത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങൾ P&L അത് കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്മീഡിയറ്റിലാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഡിപ്രീസിയേഷൻ is mandatory. Assessee do not have any option not to claim it. Okay. ഇനി നമ്മളിത് പറയുമ്പം 3-4 കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാറുണ്ട്. ഒന്ന്, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പം അത് ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ് നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്താണ് ടാഞ്ചിബിൾ അസറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്നതോ ഇല്ലെങ്കിൽ കാണാൻ പറ്റുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടാഞ്ചിബിൾ അസറ്റ്സ് വരും. ഇൻടാഞ്ചിബിൾ അസറ്റ് അങ്ങനെ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അത് നോ ഹൗ, പേറ്റൻസ്, കോപ്പറേറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ലൈസൻസസ്, ഫ്രാഞ്ചൈസ്. ബട്ട് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഗുഡ് വില്ല് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗുഡ് വില്ലിനകത്ത് വരികയില്ല. നമ്മൾ ലോവർ ക്ലാസ്സിൽ ഗുഡ് വില്ല് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഗുഡ് വില്ല് ഈ ഇൻകം ടാക്സിൻ്റെ ടാഞ്ചിബിൾ അസറ്റിൽ പറ്റില്ല. ഓക്കെ, അത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് എടുത്തു മാറ്റി, ഇപ്പോഴതില്ല. ഓക്കെ, ഈ ടാഞ്ചിബിൾ അസറ്റിൽ തന്നെ നമുക്ക് ബിൽഡിങ്സ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, P&M ആൻഡ് ഷിപ്സ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്. നിങ്ങൾ ഇപ്പം 3 നോക്കിയാൽ മതി. മെയിനായിട്ട് ബിൽഡിങ്സ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, P&M, ഈ 4 കാറ്റഗറി, ഈ 4 കാറ്റഗറി മാത്രമേ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതിന് മാത്രമേ ഡിപ്രീസിയേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് അതിന് കിട്ടും. ഇതെല്ലാം ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. ഓക്കെ, ഈ ഓരോ ക്ലാസ് 4 ക്ലാസ്സുകൾ, 5 ക്ലാസ്, ഈ 5 ക്ലാസ്സിൽ മാത്രമേ ഡിപ്രീസിയേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ മെത്തേഡ്സ് ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞു, WDV മെത്തേഡും SLM മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ SLM മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത് പാർസൽ കൺട്രോളിങ്ങിന് മാത്രമേ പറ്റുകയുള്ളൂ. ഇൻഡിവിജ്വൽ അസറ്റ് ബേസിലാണ് അക്കൗണ്ട്സ് കണക്കാക്കുന്നത്. പക്ഷേ WDV മെത്തേഡിൽ പവർ സെക്ടർ ഒഴിച്ചുള്ള മറ്റെല്ലാ ഇൻഡസ്ട്രിക്കും WDV മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ക്ലാസ്, നമ്മളിവിടെ ക്ലാസ്സുകൾ പറഞ്ഞു ഏതൊക്കെയാണ് ക്ലാസ് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു. അതായത് ബിൽഡിംഗ് ക്ലാസ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ക്ലാസ്, P&M, ഷിപ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ക്ലാസ്, ഈ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരേ ക്ലാസ്സിൽ ബിൽഡിങ്ങിൻ്റെ ക്ലാസ് എടുത്താൽ അവിടെ 5%, 10% വരാം. 2 ബ്ലോക്ക് ഉണ്ട്, 5% ബ്ലോക്കും 10% ബ്ലോക്കും. ഓക്കെ, ഇപ്പോൾ ഫർണിച്ചറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 10% ബ്ലോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, അങ്ങനെ പല ബ്ലോക്കുകൾ കാണും. ഇപ്പോൾ P&M എടുത്ത 15% കാണാം, 30% കാണാം, 45% കാണാം, അങ്ങനെ പല ബ്ലോക്ക്സ് കാണും. അപ്പോൾ ഒരേ ബ്ലോക്കിലുള്ള എല്ലാ അസറ്റ്സും കൂടി നമ്മൾ കണക്കാക്കും. സെയിം ക്ലാസ്, സെയിം റേറ്റ്. അപ്പം ഒരു ക്ലാസ്സിലെ ബിൽഡിങ്, ഫർണിച്ചർ, P&M എന്നൊക്കെ പറയുന്ന ക്ലാസ്സിനകത്ത് ഒരേ റേറ്റുള്ള സെയിം ക്ലാസ്, സെയിം റേറ്റ് ഉള്ള ബ്ലോക്ക്. ഓക്കെ, ആ ബ്ലോക്ക് മെത്തേഡിലായിരിക്കും WDVയിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. SLM മെത്തേഡ് ഇൻഡിവിജ്വൽ അസറ്റിൻ്റെ ബേസിലായിട്ട് കണക്കാക്കുന്നത്. ഇനി ഈ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ
എന്തൊക്കെയാണ് വേണ്ടത് അതെന്നുണ്ടെങ്കിൽ ഫോർ ക്ലൈമിംഗ് ഡിപ്രിസിയേഷൻ യു ഷുഡ് ബി ദ ഓണർ. അതാണ് ഫസ്റ്റ്. നിങ്ങൾ ഓണർ ആയിരിക്കണം, ആസറ്റിൻ്റെ ഓണർ ആയിരിക്കണം, എന്നാൽ അത് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഹോൾ യുവർ പാർട്ട്ലി, മൊത്തമായിട്ട് ഓണർ ആവാം, ഇല്ലെങ്കിൽ പാർഷ്യലി നിങ്ങൾക്ക് ഓണർ ആവാൻ പറ്റും. ഓക്കെ. രണ്ടാമത് എന്താണ്, ഈ അസറ്റ് ബിസിനസ്സിലോ പ്രൊഫഷനിലോ യൂസ് ചെയ്യണം. ഹോൾ യുവർ പാർട്ട്ലി, മൊത്തമായിട്ടോ പാർട്ടായിട്ടോ യൂസ് ചെയ്യണം ഇൻ ദ പ്രീവിയസ് ഇയർ. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താ എ ലിമിറ്റഡും ബി ലിമിറ്റഡും കൂടെ ചേർന്നിട്ട് ഒരു അസറ്റ് വാങ്ങിക്കാം. എ ലിമിറ്റ് 40%, ബി ലിമിറ്റ് 60% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു അസറ്റ് വാങ്ങിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പാർഷ്യൽ ഓണർഷിപ്പാണ്. അപ്പം അവിടെ നമുക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ അത് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോയിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ വാങ്ങിച്ച അസറ്റ് ബിസിനസ്സിൽ യൂസ് ചെയ്യണം. നിങ്ങളിപ്പം ബിസിനസ്സിൻ്റെ പേരിൽ ഒരു ജനറേറ്റർ വാങ്ങിച്ചു, അത് നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്തു. വീട്ടിൽ ഇല്ലെങ്കിൽ UPS വാങ്ങിച്ചു, ആ UPS വീട്ടിൽ യൂസ് ചെയ്തു. അത് ആപ്ലിക്കബിൾ അല്ല. കാര്യം നിങ്ങൾ ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടില്ല, പേഴ്സണൽ യൂസിനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞു അസറ്റ് 1 crore അസറ്റ് എക്സും വൈയും കൂടെ ചേർന്ന് 60-40 റേഷ്യോയിൽ ഡിപ്രിസിയേഷൻ 15 ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ എക്സിന് 60 lakhs വൈയുടെ 40 lakhs വരെ. അപ്പോൾ ഡിപ്രിസിയേഷനും ആ ഒരു പെർസെൻറ്റേജ് 60%, 40% റേഷ്യോയിലായിരിക്കും ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ അസറ്റ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്ന അസറ്റ് ഈ പറഞ്ഞ എലിജിബിൾ ക്ലാസ് ഓഫ് അസറ്റ്സിലായിരിക്കണം. എലിജിബിൾ ക്ലാസ് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ബിൽഡിങ്സ് പറഞ്ഞു, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് പറഞ്ഞു, P&M പറഞ്ഞു, ഷിപ്പ് പറഞ്ഞു, ഇൻറ്റാൻജിബിൾ അസറ്റ്സ് പറഞ്ഞു. ഏതെങ്കിലും എലിജിബിൾ ക്ലാസ് ഓഫ് അസറ്റ്സിൽ ഉൾപ്പെട്ടിരിക്കണം. എന്നാൽ മാത്രമേ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ ഒരു ക്ലാസ്സിനും ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പെട്ടിരിക്കണം. ഓക്കെ. അപ്പം ടാഞ്ചിബിൾ അസറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ ഏതെങ്കിലും വേണം. പിന്നെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കോർപ്പറേറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസി, എന്തെങ്കിലും എല്ലാത്തിലും ഇങ്ങനെ എന്തെങ്കിലും ഇതിൽ ഇത് പെടണം. ഓക്കെ. ആ പറഞ്ഞ സിമിലർ നേച്ചറിലായിരിക്കണം. ഓക്കെ. ഗുഡ് വില്ല് പ്രീവിയസ് ഇയർ 2021 തൊട്ട് ഗുഡ് വില്ല് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ. നോ അതർ ക്യാപിറ്റൽ അസറ്റ് ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 32 ഫോർ PGB ബിസിനസ് ഇൻകം. ഈ പറയുന്ന ക്ലാസ്സിലുള്ള അല്ലാതെ വേറെ ഒരു ക്ലാസ്സിലും ഇത് ആപ്ലിക്കബിൾ അല്ല. നോ ഡിഡക്ഷൻ അലോഡ് ഫോർ കോസ്റ്റ് ഓഫ് ലാൻഡ്. ലാൻഡിന് കോസ്റ്റ് ഓഫ് ലാൻഡിന് നിങ്ങളൊരു ബിൽഡിങ്ങും ലാൻഡും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാൻഡിൻ്റെ വിലയ്ക്ക് ഡിപ്രിസിയേഷൻ ഇല്ല. ലാൻഡ് അപ്രീഷ്യബിൾ അസറ്റാണ്, ഡിപ്രിഷ്യബിൾ അസറ്റ് അല്ല. അപ്രീഷ്യബിൾ അസറ്റാണ് ലാൻഡ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് അതിന് മുകളിൽ ഡിപ്രിസിയേഷൻ കിട്ടുകയില്ല. ഓക്കെ. അപ്പോൾ ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ സ്ട്രക്ചർ ആണ് ഒന്ന് ബിൽഡിങ്. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വെളിയിൽ കാണുന്ന പോർഷൻ, അതാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻ 43(3) അനുസരിച്ച് പ്ലാന്റിനകത്ത് ഷിപ്പ് വരാം, ബുക്ക് വരാം, വെഹിക്കിൾ വരാം, സയൻറ്റിഫിക് അപ്പാരറ്റസ്, സർജിക്കൽ എക്യുപ്മെൻറ്റ് തുടങ്ങി മറ്റ് പല കാര്യങ്ങളും പ്ലാന്റിൽ വരാം. പക്ഷേ ബുഷസ്, ലൈവ് സ്റ്റോക്ക് ബിൽഡിങ്സ്, ലൈവ് സ്റ്റോക്സ്, ഓക്കെ, ബിൽഡിങ്, ഫർണിച്ചർ, ഫിറ്റിംഗ്, ഇതൊന്നും പ്ലാന്റ് അല്ല. ബിൽഡിങ്ങിന് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്, ഫർണിച്ചർ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്, ഫിറ്റിംഗ് സെപ്പറേറ്റ്, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് അതൊന്നും അത് വരില്ല. അതുപോലെ അനിമൽ, ഹ്യൂമൻ ബോഡി, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇൻവെൻട്രി, ഇതൊന്നും പ്ലാന്റായിട്ട് വരുന്നതല്ല. ബുഷസ് പ്ലാന്റ് അല്ല. ലൈവ് സ്റ്റോക്ക് പ്ലാന്റ് അല്ല. ലൈവ് സ്റ്റോക്കിൻ്റെ ബുഷസിൻ്റെ കേസ് പറഞ്ഞു. ബുഷസിൻ്റെ കേസ് പറഞ്ഞാൽ ബുഷസ് ഒരു അസറ്റാണ്, നമുക്കറിയാം. കാര്യം ബുഷസ്, പ്ലാന്റേഷനിൽ ബുഷസിൽ നിന്നും നമ്മൾ ലീവ്സ് എടുക്കുന്നു, യൂസ് ചെയ്യുന്നു. പക്ഷേ ബുഷസ് പ്ലാന്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ അതിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നു, അതുപോലെ ലേബേഴ്സ് നിർത്തി ചെയ്യുന്നു. ഇതിനെല്ലാം നമ്മൾ P&L ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അസറ്റിൻ്റെ മുകളിലുള്ള എക്സ്പെൻസൊക്കെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു അസറ്റായിട്ട് തന്നെ കണക്കാക്കുന്നില്ല ബുഷസിനെ. അത് ലൈവ് സ്റ്റോക്ക് കാറ്റലുണ്ട്, ലൈവ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഒരു മിൽക്ക് ഇൻഡസ്ട്രി, ഇല്ലെങ്കിൽ മിൽക്ക് ഡയറിയിൽ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു പശുവിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പശുവിന് ഡിപ്രിസിയേഷൻ കൊടുക്കില്ല. പശുവിനെ വാങ്ങിക്കുമ്പോൾ ഒരു കോസ്റ്റ് നമ്മൾ കാണിക്കും. അത് ഏതെങ്കിലും രീതിയിൽ
അത് പിന്നെ ഇല്ലാതായി കഴിയുമ്പോൾ എന്ത് പറ്റും? അതിന് അതിൻ്റെ ഒരു വിലയിടും, ആ കാർക്കാസിനൊരു വിലയിടും, അതിൻ്റെ ഡെഡ് ബോഡിക്കൊരു വിലയിടും. ആ വിലയില്ല ഇട്ട് കഴിഞ്ഞാൽ ആ വില കുറച്ച് കഴിഞ്ഞ് ബാക്കി കിട്ടുന്നത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിന് ഡിപ്പോസിഷൻ നമ്മൾ കൊടുക്കാറില്ല അതിനകത്ത്. അങ്ങനെ അത് അനുവദനീയമല്ല. ഓക്കെ. അതുപോലെ ഹ്യൂമൻ ബോഡി, ആനിമലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പ്ലാന്റ് ഇൻക്ലൂഡ്സ് ഓൾ ഗുഡ്സ് ആൻഡ് ചാറ്റിൽസ്. ഓക്കെ. ചാറ്റിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അതർ ദാൻ ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ചാറ്റിൽസ് എന്ന് പറഞ്ഞാൽ ഓൾ ടാഞ്ചിബിൾ അസറ്റ്സ് വിൽ കം അണ്ടർ ദിസ്, ഇൻക്ലൂഡിങ് ടാഞ്ചിബിൾ അസറ്റ്സ്. ചാറ്റിൽസ് എന്ന് പറഞ്ഞാൽ പൊസഷൻസ്, പ്രോപ്പർട്ടീസ്, ബിലോങ്ങിങ്സ് എല്ലാം ഇതിനകത്ത് വിടും. ഓക്കെ. അപ്പം അതർ ദാൻ ഫ്രീ ഹോൾഡ് ലാൻഡ്. പിന്നെ ഫിക്സ്ഡ് ഓർ മൂവബിൾ യൂസ്ഡ് ഇൻ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന എല്ലാത്തരം ടാഞ്ചിബിൾ അസറ്റ്സും നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താം. പ്ലാന്റ് ഇൻക്ലൂഡ്സ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് മെഷീനറി. ഒരു പാർട്ട്ലി ആണെങ്കിലും നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താം. അത് വരുന്നത് മാത്രമല്ല, പ്ലാന്റിൽ ആനിമൽസ്, ഹ്യൂമൻ ബോഡി, സ്റ്റോക്കിൻ്റെ ഇടുന്ന പരിധി നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തിയേറ്റർ ബിൽഡിങ്സ്, ഹോസ്പിറ്റൽ ബിൽഡിങ്സ്, ഹോട്ടൽ ബിൽഡിങ്സ്, ഓക്കെ, ഇതൊന്നും പ്ലാന്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഹോസ്പിറ്റൽ ബിൽഡിംഗ് എടുത്ത് അതിനകത്ത് ധാരാളം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്കൊരു പ്ലാന്റ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതെല്ലാം ബിൽഡിങ്സിലാണ് വരുന്നത്. തിയേറ്റർ ബിൽഡിങ്, ഹോസ്പിറ്റൽ ബിൽഡിങ്, ഹോട്ടൽ ബിൽഡിങ്, ഇതെല്ലാം ഈവൻ ദോ അതിനകത്തൊക്കെ പലതരം എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും, ഓക്കെ, ആ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി എക്യുപ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം ബിൽഡിങ്സിലാണ് വരുന്നത്, പ്ലാന്റ് അല്ല വരുന്നത്. അതുപോലെ ബിൽഡിങ്സ് ഇൻക്ലൂഡ് റോഡ്, ബ്രിഡ്ജസ്, കൾവേർട്സ്, ട്യൂബേഴ്സ് എല്ലാത്തിലും വരും. ബിൽഡിംഗ് ഇൻക്ലൂഡ് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ഓൾസോ, അതും വരാറുണ്ട്. ഓക്കെ. നൗ ഒരു അസറ്റ് ആക്ച്വലി ഇത് യൂസ് ചെയ്തിരിക്കണം ബിസിനസ്സിൽ, എന്നാൽ മാത്രമേ നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ യൂസ് എന്ന് പറയുന്ന ടേം ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ് യൂസ്? യൂസ് എന്ന് പറഞ്ഞാൽ പുട്ട് ടു യൂസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബിസിനസ്സിൽ യൂസ് ചെയ്യണം. അതാണ് പുട്ട് യൂസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സാധനം വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബിസിനസ്സിൽ യൂസ് ചെയ്തില്ല, അതിങ്ങനെ ഐഡിലായിട്ട് കിടന്നു, അപ്പോഴത് നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങൾ ട്രയൽ റൺ നടത്തി അത് റെഡി ടു യൂസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ അലോ ചെയ്യത്തുള്ളൂ. ഓക്കെ. റെഡി ടു യൂസ് ആയിട്ട് ബിസിനസ് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. റെഡി ടു യൂസ് ആയാൽ നിങ്ങൾ ഓക്കെ അത് റെഡിയാണ്, പക്ഷേ പുട്ട് യൂസ് ചെയ്യുന്നില്ല, എന്നാൽ അത് അലോബിൾ അല്ല. അപ്പം ഫോർ എക്സാമ്പിൾ കേസ് 1, ഇവിടുത്തെ നമ്മൾ കേസ് നോക്കുക. കേസ് 1 നമ്മൾ പറഞ്ഞു അസറ്റ് പർച്ചേസ്ഡ് 24/10 ഇൻസ്റ്റാൾ ചെയ്തു, 12/24 ട്രയൽ റൺ നടത്തി, 1/25 പുട്ട് യൂസ് 4/4. ഈ പുട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഡിപ്പോസിഷൻ അലോ ചെയ്യുകയുള്ളൂ. ഇതാണ് ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ ഈ കേസിൽ ഇവൻ്റ് ഓക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു, അല്ല നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് പ്രശ്നം കിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടില്ല, ട്രയൽ റൺ ചെയ്താൽ കിട്ടില്ല, ട്രയൽ റൺ ഫെയിലറായി കിട്ടുന്നില്ല. ട്രയൽ റൺ സക്സസ്ഫുൾ ആയാൽ തന്നെയും റെഡി ടു യൂസ് ആണ്, ബട്ട് നോട്ട് യൂസ്ഡ് ഡ്യൂ ടു ഫോഴ്സ്ഡ് ഐഡിൽനെസ്. നമുക്ക് ചില കാരണം കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല, കോവിഡ് വന്നു, യൂസ് ചെയ്യാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഓക്കെ. നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാം റെഡിയായിട്ട് വെച്ചു, നമ്മുടെ പവർ സപ്ലൈ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്തു, നമുക്ക് 2 മാസത്തേക്ക് ഇല്ലെങ്കിൽ 1 മാസത്തേക്ക് പവർ സപ്ലൈ കിട്ടിയില്ല, അതുകൊണ്ട് മെഷീൻ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫോഴ്സ്ഡ് ഐഡിൽനെസ് വന്നു. അങ്ങനെയുള്ള കേസുകൾ ഡിപ്രീസിയേഷൻ അലോബിൾ ആണ്. ഓക്കെ. പക്ഷേ ഈ ഡിപ്രീസിയേഷൻ അലോ ചെയ്യുന്നതിന് അത് ആക്റ്റീവോ പാസീവോ ആയിട്ടുള്ള യൂസ് കൺസിഡർ ചെയ്യാം. ഇപ്പം എല്ലാ അസറ്റുകളും നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ സ്പെയർ പാർട്സിന് വേണ്ടിയുള്ള സ്പെയർ മെഷീൻസ് അത് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു റിഡൻഡൻസിക്ക് വേണ്ടിയാണ്. റിഡൻഡൻസിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്പെയർ പാർട്ട് ഐറ്റം യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുകൊണ്ട് അത് റെഡി ടു യൂസുമാണ്. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. കാര്യം അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഫയർ
ഇപ്പം ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്, അത് യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഡിപ്രിസിയേഷൻ തരാതിരിക്കാൻ പറ്റില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷർ തീ പിടിക്കുമ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ള സാധനമാണ്. തീ പിടിക്കാത്തത് കൊണ്ട് ഡിപ്രിസിയേഷൻ തരത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ഇനി റൈറ്റ്സ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിപ്രിസിയേഷൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ബ്ലോക്കുകൾ പറഞ്ഞു. അതെന്താണെന്ന് ഇവിടെ നോക്കി, എന്താണ് ബ്ലോക്ക്, എന്താണ് ക്ലാസ് എന്നൊക്കെ നോക്കാം. അപ്പോൾ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞ് എന്താണ് നേരത്തെ നമ്മൾ ഈ ടാഞ്ചിബിൾ അസറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ക്ലാസ് പറഞ്ഞു ബിൽഡിംഗ് ക്ലാസ്. ബിൽഡിംഗ് ക്ലാസ് ഡിഫറെൻറ്റ് ബ്ലോക്സ് ഉണ്ട്, ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സിന് 5%, നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇത് ഗോഡൗൺ, ഷോപ്പ്, ഓഫീസ്, ഫാക്ടറി, ഇതിനെല്ലാം ഹോട്ടൽസ് ആൻഡ് ബോർഡിംഗ് ഹൗസ് എല്ലാത്തിനും 10% ഡിപ്രിസിയേഷനാണ്. പിന്നെ വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് ബിൽ ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്വേർഡ് ഓൺ ആഫ്റ്റർ 1/9/2000 to 40%. അങ്ങനെ നമുക്കുണ്ട്. പിന്നെ ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ടെമ്പററി സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പററി ആയിട്ട് പണിതിരിക്കുന്ന ബിൽഡിങ്. അപ്പം നമുക്ക് സിമെൻറ്റ് ഷീറ്റ് ഉപയോഗിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ടെമ്പററി സ്ട്രക്ചറാണ്. അപ്പോൾ ടെമ്പററി സ്ട്രക്ചേഴ്സിന് എപ്പോഴും ലൈഫ് കുറവാണ്, ഡിപ്രിസിയേഷൻ കൂടുതലായിരിക്കും. ഇപ്പോൾ 40% ആണ്. അപ്പം നമുക്ക് ലൈഫ് കുറവായ അസറ്റിന് ഡിപ്രിസിയേഷൻ കൂടുതലായിരിക്കും. ലൈഫ് കൂടുതലാണെങ്കിൽ ഇപ്പം പിന്നെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ കുറവായതിന് കാരണം നമ്മളത് വെൽ മെയിൻറ്റൈൻഡ് ആണ് എപ്പോഴും. അതുകൊണ്ട് മാത്രമല്ല യൂസും റഫ് യൂസ് അല്ല, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ലെസ് ഡിപ്രിസിയേഷൻ ആയിരിക്കും. പക്ഷേ ഫാക്ടറി ബിൽഡിങ്ങും മറ്റും ഒക്കെ ആകുമ്പോൾ കുറച്ച് റഫ് യൂസ് ആയിരിക്കും, മാത്രമല്ല മെയിൻ്റനൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ള കേസിൽ കൂടുതൽ ഡിപ്രിസിയേഷൻ അതിന് കിട്ടാൻ പറ്റിയ ലൈഫ് കുറവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് കാരണം. ഇനി ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൽ ബ്ലോക്ക് 2, ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഫർണിച്ചർ ഫിറ്റ് എന്ന ക്ലാസ്സിൽ പിന്നെ അതിൽ ബ്ലോക്ക് 1 ഫർണിച്ചർ ഫിറ്റിങ്സിൽ നമ്മൾ ഈ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആണ് കേട്ടോ. വയറിങ്, സ്വിച്ചസ്, സോക്കറ്റ്സ് മാത്രമേ വരികയുള്ളൂ അതിനകത്ത്. അല്ലാതെ ഫാന്, മറ്റുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, ഫ്രിഡ്ജ് ഒന്നും അതിനകത്ത് വരികയില്ല. AC പോലുള്ള സാധനങ്ങളൊന്നും വരികയില്ല. ഓക്കെ, അതിന് 10% ആണ്. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇപ്പം ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇപ്പോൾ നമ്മൾ മോട്ടോർ കാർസ് എടുത്തു കഴിഞ്ഞാൽ ഈ വാടകയ്ക്ക് ഓടിക്കുന്ന മോട്ടോർ കാറുകളല്ലാത്തതിന് 15%, വാടകയ്ക്ക് ഓടിക്കുന്നതിന് 30% ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ചില ഡേറ്റ്സ് ഉണ്ട്, അത് നിങ്ങളിപ്പോൾ നോക്കിയാൽ അത് കൺഫ്യൂഷൻ വരും, അത് നോക്കണ്ട. ഓക്കെ, ഇപ്പോഴത്തെ കേസ് ഇതിപ്പം അപ് ടു 20 വരെ ഉള്ള കേസിൽ 40% ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ് മോട്ടോർ കാർ ലോസ് ടാക്സീസ് യൂസ് ഫോർ ബിസിനസ് റണ്ണിങ് ഇൻ ഹയർ അക്വയർഡ് ആൻഡ് പുട്ട് യൂസ് ബിറ്റ്വീൻ 23/8 to 31/20. പുട്ട് യൂസ് ഈ ഒരു പീരിയഡിൽ പുട്ട് യൂസ് ചെയ്യാൻ 40% ഉള്ളൂ. അതല്ലാത്തത് ഓക്കെ മോട്ടോർ കാർസ് അതർ ദാൻ യൂസ്ഡ് ബിസിനസ് ആൻഡ് റണ്ണിങ് ദം ഓൺ ഹയർ അക്വയർഡ് ആൻഡ് പുട്ട് യൂസ് ബിറ്റ്വീൻ 23/3/19 ആൻഡ് 31/3 ഈ ഒരു പീരിയഡിലാണ് 30% കൊടുത്തിരിക്കുന്നത്. അപ്പം അല്ലാതെ ഉള്ള മോട്ടോർ കാർസിനൊക്കെ ഇപ്പം നമ്മൾ എന്താണ് യൂസിങ് ബിസിനസ് ഓഫ് റണ്ണിങ് ദം ഓൺ ഹയർ അങ്ങനെയുള്ളതിനൊക്കെ 30%. ഇപ്പോഴത്തെ കേസ് നമ്മൾ പറയുന്നത് അത് 30% ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ബസ്, ലോറീസ് അങ്ങനെയുള്ളത് അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് 30% ആണ്. ലോറി, കാർ എല്ലാം അങ്ങനെയുള്ളതൊക്കെ 30% ആണ്. ഓക്കെ, അല്ലാതെയുള്ള കേസുകൾക്ക് 15% ആണ്. നമ്മൾ ബിസിനസ് ഹൗസിന് യൂസ് ചെയ്യുന്ന മോട്ടോർ കാർസും മറ്റു കാര്യങ്ങൾക്ക് 15%, വാടകയ്ക്ക് ഓടിക്കുന്നതിന് 30% കൊടുത്തിട്ടുണ്ട്. മോൾഡ് യൂസ് ഇൻ റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് ഗുഡ് ഫാക്ടറീസ് 30%, എയറോപ്ലെയിൻ, എയറോ എഞ്ചിൻ 40%. എന്തുകൊണ്ടാണ്? അത് വളരെ കോസ്റ്റ്ലിയാണ്, ലൈഫ് കുറവാണ്. അങ്ങനെയുള്ളവർക്ക് 40% കൊടുത്തിട്ടുണ്ട്. എയർ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ് 40%. സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ചിപ്സ്, സെമി കണ്ടക്ടർ അല്ലേ, ഇലക്ട്രോണിക് ചിപ്സ്, ICs അങ്ങനെയുള്ള ഇൻഡസ്ട്രി ഉണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. അങ്ങനെയുള്ള സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിന് 30% കൊടുത്തിട്ടുണ്ട്. ലൈഫ് സേവിങ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് 40%. പിന്നെ വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് അക്വേർഡ് ഇൻസ്റ്റാൾഡ് ഓൺ ആഫ്റ്റർ 1/9/2002 40%. ഗ്ലാസ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഫോർ റീഫില്ലിംഗ് 40%. എനർജി സേവിങ് ഡിവൈസസ് 40%. റിന്യൂവബിൾ എനർജി വെഹിക്കിൾ ഓക്കെ നമ്മളിപ്പോൾ ഓടുന്ന ബാറ്ററിയിൽ ഓടുന്ന വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ അങ്ങനെയുള്ളതിനൊക്കെ 40% ഡിപ്രിസിയേഷൻ പറയുന്നുണ്ട്. വിൻമിൽസ് പോലെയുള്ള കാര്യങ്ങൾക്ക് 15%. കമ്പ്യൂട്ടർ ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉദ്ദേശിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അപ്പം വിൻഡോസ് ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം വിൻഡോസും കൂടെ ഉള്ള കമ്പ്യൂട്ടർ, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറാണെങ്കിൽ അത് 40% കിട്ടും. ബുക്സ് ഫോർ പ്രൊഫഷണൽ യൂസ് 40%. പിന്നെ ലൈബ്രറി, ബുക്ക് ലൈബ്രറി, ലൈബ്രറി 40%. പിന്നെ ഈ ജനറൽ P&M, ജനറൽ റേറ്റിൽ P&M ഉണ്ട്. ഇതിനകത്തൊന്നും പെടാത്ത കാര്യങ്ങൾക്ക് 15%, ജനറൽ P&Mന് 15% കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
ഇനി ഷിപ്സാണ്. ഷിപ്സ്, ഓഷൻ ഗോയിങ് ഷിപ്സ്, ഇതെല്ലാത്തിനും ഷിപ്സിനെല്ലാം 20% ഡിപ്രിസിയേഷൻ ഉള്ളത്. ഇൻറ്റാഞ്ചിബിൾ അസറ്റിന് 25% ഉണ്ട്. ഇൻറ്റാഞ്ചിബിൾ അസറ്റിനകത്ത് 15% വരുന്നപ്പോൾ അതിനകത്ത് പറഞ്ഞു നമ്മൾ. ഇതിനകത്ത് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡിങ് 40%. ഓക്കെ, നൗ പുട്ട് യൂസിൻ്റെ കേസ് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, എന്താണ് പുട്ട് യൂസ്? പുട്ട് യൂസ് പറയുന്നത് യൂസ് ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ്, എക്സ്റ്റിങ്വിഷർ എന്നിവരൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെഷീനറി സ്പെയർസ് ഇതെല്ലാം പുട്ട് യൂസ് എന്ന് പറയുന്നത് ഈവൻ പാസീവ് യൂസ് ആണെങ്കിൽ പോലും പുട്ട് യൂസായിട്ട് കണക്കാക്കുന്നതാണ്. ഇഫ് an asset is partly used for business in PY, proportionate depreciation can be allowed. അപ്പോൾ പാർട്ട്ലി യൂസ്, സെക്ഷൻ 38 ഇത് മെൻഷൻ ചെയ്ത് നമ്മളത് പിന്നെ വിശദമായിട്ടൊന്നുകൂടെ പഠിക്കും. അപ്പം ഒരു അസറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീട് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിന് ഒരു പോർഷനിൽ ഞാൻ ബിസിനസ്, ഒരു 60% പോർഷനിൽ ബിസിനസ് എടുക്കുന്നു, 40% ഞാൻ താമസിക്കുന്നത് പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പാർഷ്യലി മാത്രമേ ബിസിനസ്സിന് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലേ? അപ്പോൾ പാർഷ്യലി ബിസിനസ്സിന് യൂസ് ചെയ്യുന്നൊരു കേസിൽ പ്രൊപ്പോർഷനേറ്റായിട്ട് നമുക്ക് ഇത് കളക്ട് ചെയ്യാൻ, ഡിപ്രിഷിയേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതാണ് ഈ പറയുന്നതിനകത്ത്. അത് പക്ഷേ അസസിങ് ഓഫീസർ, ഇൻകം ടാക്സ് അസസിങ് ഓഫീസർ അത് അപ്രൂവ് ചെയ്യണം. പിന്നെ അസറ്റ് തന്നെ അത് പർച്ചേസ് ചെയ്യുന്ന വർഷം 180 ദിവസമോ അതിന് മുകളിലോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫുൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം 180 ദിവസത്തിൻ്റെ താഴെ, അതായത് 179 ഡേയ്സോ അതിന് താഴെയോ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിന് 50%, 50% ഓഫ് ദ എലിജിബിൾ റേറ്റ്. ഇപ്പം 10% റേറ്റ് ആണെങ്കിൽ 5%, അതിൻ്റെ 50% മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അത് 179 ഡേയ്സോ അതിന് താഴെയോ മാത്രമേ ആ പറയുന്ന അസസ്മെൻ്റ് ഇയർ, അല്ലെങ്കിൽ ആ പറയുന്ന വർഷം പ്രീവിയസ് ഇയറിൽ നിങ്ങൾ അതായത് ഇത് വാങ്ങിയ പ്രീവിയസ് ഇയറിലാണ്, നീ ഏത് കൊല്ലമാണ് പർച്ചേസ് ചെയ്തത് അതേ കൊല്ലം നിങ്ങൾ അത് 50%, 179 ഡേയ്സോ അതിൽ താഴെ യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ 50% മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ആ കൊല്ലം 180 ഓർ മോർ ഉണ്ടെങ്കിൽ, ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് ഇയറിലാണെങ്കിൽ പുട്ട് യൂസ് എന്ന് പറഞ്ഞാൽ പുട്ട് യൂസ് ചെയ്ത റേറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. വാങ്ങിയതുകൊണ്ടായില്ല, അത് വാങ്ങുകയും പുട്ട് യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 179 ഡേയ്സിന് താഴെ മാത്രമേ പുട്ട് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 50%, അതേ കൊല്ലം തന്നെ 179 മുകളിലാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ 180 ഓർ മുകളിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 100%, 15 അതിൻ്റെ ഫുൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ആ വാങ്ങിച്ച വർഷം യൂസ് ചെയ്തില്ല, അടുത്ത കൊല്ലമാണ് നിങ്ങൾ പുട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫുൾ ഡിപ്രിസിയേഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈവൻ ദോ അത് ഒരു ദിവസത്തേക്ക് മാത്രമേ അടുത്ത കൊല്ലം യൂസ് ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ കൊല്ലം വാങ്ങിച്ചു, ഈ കൊല്ലം അത് യൂസ് ചെയ്തില്ല, നെക്സ്റ്റ് ഇയറിൽ ആ വർഷത്തിൻ്റെ ആ ഒരു പ്രീവിയസ് ഇയറിൻ്റെ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പം എന്താണ് 31 മാർച്ചിൽ ഒരു ദിവസം മാത്രം അത് യൂസ് ചെയ്തു, പുട്ട് യൂസ് ചെയ്തു എങ്കിൽ പോലും നിങ്ങൾക്ക് ഫുൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അസറ്റ്സ് അക്വേർഡ് ഇൻ പ്രീവിയസ് ഇയർ ആഫ്റ്റർ 3rd ഒക്ടോബർ. അപ്പോൾ നമ്മൾ ഈ 179 ഡേയ്സ് നമ്മൾ കണക്കാകുമ്പം ലീപ്പ് ഇയറിൽ മാത്രമേ 366 ഡേയ്സ് വരും. അല്ലാത്ത വർഷങ്ങളിൽ 365 ഡേയ്സ് വരുന്നത്. എങ്ങനെയാണ് ലീപ്പ് ഇയർ കണക്ക് നമുക്കറിയാമല്ലോ. ഒന്നാം പറയുന്ന വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇല്ലെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിലേതെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഫുള്ളി ഡിവിസിബിൾ ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടെ അതിൻ്റെ കൂടെ ചേർക്ക് 366 ഡേയ്സ് ആക്കും. അതാണ് നമ്മൾ ലീപ്പ് ഇയർ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊല്ലം നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്ന വർഷം 24-25 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയർ 25-26 ആണ്. അപ്പോൾ ഈ കൊല്ലം എന്തായാലും ലീപ്പ് ഇയർ അല്ല. അപ്പം ആ സമയം നമുക്ക് 3rd ഒക്ടോബർ വരെ, 4th ഒക്ടോബർ തൊട്ട് മുകളിലാണെങ്കിൽ 4th ഒക്ടോബറിൽ തൊട്ടുള്ള ദിവസം 179 ഡേയ്സ് ആണ്. അപ്പം 4th ഒക്ടോബർ മുകളിൽ 179 ഡേയ്സും. ഓക്കെ, അപ്പോൾ അതിന് താഴെയാണ് നിങ്ങൾ 3rd ഒക്ടോബർ വരെ നിങ്ങൾ
അത് പുട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 1 തൊട്ട് 3 ഒക്ടോബർ വരെ ഉള്ള ദിവസങ്ങളിൽ പുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോർ ദാൻ 179 ഡേയ്സ്, അതായത് 180 ഡേയ്സ് മോറാണ്. കാര്യം 4th ഒക്ടോബർ തൊട്ട് 180 ഡേയ്സ് ആണ്. അപ്പോൾ 3rd ഒക്ടോബർ തൊട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 180 ഡേയ്സ് മോറാണ്. ഓക്കെ, ഇനി 4th ഒക്ടോബർ തൊട്ടാണെങ്കിൽ അത് 179 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ 4th ഒക്ടോബർ തൊട്ട് മാർച്ച് 31 വരെ. ഇപ്പോൾ എക്സാമിന് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഇത് കാണുമ്പോൾ നമുക്ക് കാര്യം എക്സാമിന് നമുക്ക് 50% ആണോ അല്ലോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അതിന് ഈ ഡേറ്റ് ഓർത്ത് വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ depreciation shall be allowed at 50% of the allowable depreciation for the previous year only. അല്ലേ, ഏത് കേസിൽ 179 ഡേയ്സോ ഇതിൽ ലെസ്സോ ആണെങ്കിൽ. ഇൻ സബ്സിക്വൻറ്റ് ഇയേഴ്സ് ഫുൾ depreciation is allowable. Depreciation allowance is 50% of the normal depreciation if the following conditions are satisfied. 50% കിട്ടുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ്? Where an asset is acquired during the previous year and is put to use for less than 180 days during the year. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പറഞ്ഞു ബ്ലോക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. P&M ബ്ലോക്ക് 15% ജനറലാണ്. ജനറൽ ബ്ലോക്ക് P&Mൽ 15% ആണെന്നിരിക്കട്ടെ. അപ്പോൾ പ്രീവിയസ് 24 എടുത്തു. അപ്പോൾ ഓപ്പണിംഗ് WDV 2 അസറ്റ് ഉണ്ട്, A and B. ഇപ്പോൾ 1424 1 lakh ആണ് അസറ്റിൻ്റെ കോസ്റ്റ്. ഓക്കെ, ഓപ്പണിംഗ് WDV എൻ്റെ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് പർച്ചേസ് ചെയ്തു. സിയും ഡിയും പർച്ചേസ് ചെയ്തു. സി 5/4/24 പർച്ചേസ് ചെയ്തു. ആ ദിവസം തന്നെ പുട്ട് യൂസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60,000 അതിൻ്റെ കോസ്റ്റാണ്. ഡി എന്ന് പറഞ്ഞ് 10/6/24 പർച്ചേസ് ചെയ്തു. പക്ഷേ അത് പുട്ട് യൂസ് ചെയ്ത് 15/10 അതായത് 3/10 3rd ഒക്ടോബർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഇത് ചെയ്തിരിക്കുന്നത് 40,000 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് ലെസ് ദാൻ 180 ഡേയ്സ് ആണ് എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? ഇത് ഫുൾ ഡെപ്രിസിയേഷൻ കിട്ടും, ഇതിന് 50% ഡെപ്രിസിയേഷൻ കിട്ടുകയുള്ളൂ, അതെൻ്റെ അർത്ഥം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ സെയിൽ ചെയ്തു. 2 കേസുണ്ട്. നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് 30,000 കിട്ടി. രണ്ടാമത്തെ കേസിൽ 1.5 lakhs കിട്ടി. അപ്പോൾ കാൽക്കുലേറ്റ് ഡിപ്രിസിയേഷൻ ഫോർ ദ പ്രീവിയസ് ഇയർ 24-25. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഓപ്പണിംഗ് WDV നമുക്കറിയാം 2 കേസിലും 1 lakh ആണ്. ഓപ്പൺ WDV വ്യത്യാസമില്ല, അത് 1 lakh തന്നെയാണ്. ഓക്കെ, 2 എയും ബിയിലും കേസ് 1 കേസ് 2. ഇനി പർച്ചേസസ്, ഈ മൊത്തം പർച്ചേസ് എത്രയാണ്? 60 + 40 1 lakh. 2 കേസിൽ അത് തന്നെ, വ്യത്യാസമില്ല. ഓക്കെ, ഇനി സെയിൽസ്. അപ്പം എന്താണ്? ഓപ്പണിംഗ് WDV പ്ലസ് അതിൽ നിന്ന് നമ്മൾ പർച്ചേസ് ആഡ് ചെയ്തിട്ട് സെയിൽസ് അതിനകത്ത് മൈനസ് ചെയ്യണം. അപ്പോൾ സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസിൽ 30,000, സെക്കൻഡ് കേസിൽ 1.5 lakhs ആണ്. മൈനസ് ചെയ്യുമ്പോൾ ഈ കേസിൽ നമുക്ക് 1.7 lakhs, സെക്കൻഡ് കേസിൽ 50,000 നമുക്ക് കിട്ടിയത്. ഇതാണ് WDV ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ. അപ്പോൾ നമ്മൾ ഓപ്പൺ WDVയിൽ നിന്നും നമ്മൾ WDV ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷനിൽ നമ്മൾ അറൈവ് ചെയ്യണം. അത് അറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്പൺ WDVൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും സെയിൽസ് മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ കിട്ടുന്നത് WDV ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ കിട്ടി. ഇനി ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഡിഡക്റ്റ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞത് 50% ഡിപ്രിസിയേഷനുള്ള കേസാണ് ആദ്യം ചെയ്യേണ്ടത്. വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ടോട്ടൽ ഡിപ്രിസിയേഷൻ, അതായത് നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറൈവ് ചെയ്ത WDVയിൽ നിന്നും 50% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്ത അസറ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ 40,000 ആണ് 50% ഡിപ്രിസിയേഷനുള്ള അസറ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ 1.7 lakhs ആണ് WDV റിലേറ്റഡ് ടു ഡിപ്രിസിയേഷൻ. ഓക്കെ, അത് നമ്മൾ എന്താണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിവ് ചെയ്തിരിക്കുന്ന WDV എന്ന് പറയുന്നത് 1.7 lakhs ആണ്. അപ്പം ഫസ്റ്റ് 40%-ൻ്റെ 50% അതിൻ്റെ ഫുൾ ഡിപ്രിസിയേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് 50% കാണണം. ഓക്കെ, അപ്പോൾ 40,000 × 15% × 50%, ദാറ്റ് ഇസ് 3,000. അത് കഴിഞ്ഞിട്ട് ഫുൾ ഡിപ്രിസിയേഷൻ കാണണമെങ്കിൽ ആ കാണേണ്ട വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിപ്രിസിയേഷനിൽ നിന്നും 1.7 lakhs നിന്നും 40,000 ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് 50% ഡിപ്രിസിയേഷൻ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് മൈനസ് 1.7 lakhs നിന്ന് 40,000 മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു കോസ്റ്റ് ഓഫ് അസറ്റ്
ആ WDV വേണം ഫുൾ ഡെപ്രിസിയേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇങ്ങനെയാണ് റൂൾസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12,500 ടോട്ടൽ ഡെപ്രിസിയേഷൻ 3,000 പ്ലസ് 22,500. ഓക്കെ, നമുക്ക് 1,49,000. അപ്പം ഈ പറയുന്ന ഇത് ഇത്രയും 22,500 1.7 lakhs നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 1.47 5 lakhs നമുക്ക് കിട്ടും. ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് 50,000 ആണ് റിലേറ്റഡ് WDV. അപ്പം അവിടെ 50,000 റിലേറ്റഡ് WDV ആകുമ്പം ഫസ്റ്റ് കേസിൽ 40,000 ആണ് നമുക്ക് 50% ഡിപ്രിസിയേഷൻ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ 40,000 അതിന് 15% മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ 50% എടുക്കുമ്പോൾ 3,000 കിട്ടി. ഈ 3,000 തന്നെ നമുക്ക് കിട്ടിക്കഴിയുമ്പം ഇനി നമുക്ക് ബാലൻസ് ഉള്ളത്, അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് 10,000 ആണ്. അപ്പോൾ 50,000 നിന്നും 40,000 പോയി കഴിഞ്ഞാൽ 10,000 ആണുള്ളത്. അപ്പോൾ 10,000 ഉള്ളൂ. 10,000 15% ആണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1,500 ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് നമുക്ക് റിലേറ്റഡ് WDVയിൽ നിന്നും 50% WDV ഡിപ്രിസിയേഷനുള്ള അസറ്റ് മൈനസ് ചെയ്യണം. അത് മൈനസ് ചെയ്യുമ്പോൾ 10,000 കിട്ടും. ആ 10,000 15% 1,500 ആകുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഡിപ്രിസിയേഷൻ 4,500 ഉള്ളൂ. അപ്പോൾ 50,000 4,500 പോയാൽ 45,500 ആയിരിക്കും നമുക്ക് സെക്കൻഡ് കേസിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 50% depreciable asset to be added to the depreciation calculated on the WDV received by deducting the 50% depreciable asset from the relevant WDV and applying full depreciation to the balance. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി വേറൊരു കേസ് എടുക്കാം. ഫർണിച്ചർ 10% ഡിപ്രിസിയേഷൻ ഉണ്ട്. ഫർണിച്ചറിൽ ഓപ്പൺ WDV 2 ഫർണിച്ചർ A and B ഉണ്ട് 50,000. അപ്പോൾ നമ്മൾ 2 ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് C&Dയും ഒന്ന് മോർ ദൻ 180 ഡേയ്സും ഫുൾ ഡെപ്രിസിയേഷൻ കിട്ടുന്നതും സെക്കൻഡ് ലെസ് ദൻ 180 ഡേയ്സ് കിട്ടുന്നത് D 20,000 ഉണ്ട്. അപ്പം A-യും B വന്നിട്ട് നമുക്ക് സെയിൽ ചെയ്തു 90,000 സെയിൽ ചെയ്തു. ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പൺ WDV നമുക്കറിയാം 50,000 ആണ്. പർച്ചേസസ് ടോട്ടൽ C&Dയും കൊണ്ട് 50,000 ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 1 lakh കിട്ടി. ഇനി സെയിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടി. 10,000 കിട്ടും. 10,000 കിട്ടുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ 50% ഉള്ള ഡിപ്രിസിയേഷൻ 20,000 ആണ്. ഓക്കെ, അതിലും കുറവാണ് നമ്മൾ WDV. സെയിൽ വാല്യൂലും കുറവാണ് WDV അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിലും കുറവായപ്പം നമ്മൾ ഇനി നമുക്ക് WDV ഉള്ളത് 10,000 ഉള്ളൂ. 10,000 ഉള്ളൂ. ഈ ഉള്ള WDVക്ക് മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് 20,000 ഡിപ്രിസിയേഷൻ കാണേണ്ട കാര്യമില്ല, 50% കാണേണ്ട കാര്യമില്ല. ഈ 10,000 തന്നെ കാണേണ്ടത്. കാര്യം WDV 10,000 ഉള്ളൂ. ആ ഉള്ള 10,000 അതിനെ ഡിപ്രിസിയേഷൻ റേറ്റായ 10% മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ 50% കണ്ടാൽ മതി. ഇപ്പോൾ 500 കിട്ടും. അപ്പം ബാക്കി നമുക്ക് ഉള്ളത് 9,500 ആണ്. നമുക്ക് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് ഡിപ്രിസിയേഷൻ നമുക്ക് ഡിഡക്ഷൻ കഴിഞ്ഞ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, ഇനി ഡിപ്രിസിയേഷൻ should be allowable to the owner even when the asset is actually utilized by the lessee or licensee. അപ്പോൾ ഓണറിനാണ് നമുക്ക് എന്ന് പറഞ്ഞ് ഒരാൾക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓണർ ആയിരിക്കണം. ഓക്കെ, അത് യൂസ് ചെയ്യുന്ന ലെസ്സിയോ ലൈസൻസിക്ക് ആണെങ്കിൽ പോലും ആക്ച്വലി യൂസ് ചെയ്യുന്ന ആരായാലും ഡിപ്രിസിയേഷൻ കിട്ടുന്ന ഓണറിനായിരിക്കും. അപ്പം വേറൊരു കാര്യമുള്ളത്, ലെറ്റിംഗ് ഔട്ട് assets are the business of the assessee owner. He is entitled to get depreciation. അപ്പോൾ അയാൾ ഈ അസറ്റുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ജോലിയാണെങ്കിൽ പോലും അയാൾക്ക് അതിൻ്റെ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ഇഫ് ലെറ്റിംഗ് ഔട്ട് അസറ്റ് ഈസ് നോട്ട് ദ ബിസിനസ് ഓഫ് ദ assessee, still depreciation would be available as per section 57. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും അയാളുടെ ബിസിനസ് അല്ലെങ്കിൽ പോലും ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. നൗ നമ്മൾ നേരത്തെ പഠിച്ചു ഹൗസ് പ്രോപ്പർട്ടി. അയാളുടെ വാടകയ്ക്ക് കൊടുക്കുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ PGBPയിൽ
അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ആ കിട്ടുന്ന ഇൻകം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് PGBP ഇൻകം ആയിട്ട് ക്ലെയിം ചെയ്യില്ല, അയാൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത് അയാൾക്ക്. ഓക്കെ. പക്ഷേ അങ്ങനെ ഇപ്പോൾ അയാളുടെ ഒരു എംപ്ലോയിക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ആവശ്യമാണ് എന്നൊരു കേസുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അയാൾക്ക് PGBPയിൽ അത് ക്ലെയിം ചെയ്യാം. ഇനി ഗവൺമെൻറ് ഏജൻസികൾക്ക്, ഇപ്പോൾ ബാങ്കിന്, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, അങ്ങനെയുള്ള ഗവൺമെൻറ് ഓഫീസുകൾക്ക് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി നിങ്ങൾ ഒരു ബിൽഡിങ്ങോ മറ്റോ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് PGBP ഇൻകമാണ് കണക്കാക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ഫാക്ടറിക്കകത്ത് 5000 или 10,000 സ്റ്റാഫുണ്ട്. അവിടെ നിങ്ങളൊരു ബാങ്കിൻ്റെ ഒരു ശാഖ തുടങ്ങുകയാണ്, അത് അവരുടെ കൺവീനിയൻസിന് വേണ്ടി. അപ്പോൾ അതൊരു ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതൊരു PGBP ആയിട്ട് കണക്കാക്കി ഡിപ്രിസിയേഷനും അതിന് മുകളിൽ ആ ബിൽഡിങ്ങിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു PGBP ഇൻകമാണ്. ഡിപ്രിസിയേഷൻ, ആ അസറ്റ് മുകളിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. അപ്പം ഒരു പ്രീവിയസ് ഇയറിൽ ഒരു ദിവസം മാത്രമേ ആസറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പോലും അതിൻ്റെ ഫുൾ ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പുട്ട് യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിസിനസ്സിൽ കൊമേഴ്ഷ്യലി അത് ഈ പറഞ്ഞ് യൂസ് ചെയ്തിരിക്കണം. ട്രയൽ റൺ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് കൊമേഴ്ഷ്യൽ യൂസ് ചെയ്ത് മാത്രമേ പുട്ട് യൂസായിട്ട് കണക്കാക്കാൻ പറ്റൂ. ഒരു മെഷീൻ റെഡി ടു യൂസ് ആണെങ്കിൽ അത് ആ മെഷീൻ റെഡി ടു യൂസ് ആണ്, പക്ഷേ ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. യൂസ് ചെയ്യാൻ പറ്റാത്തതിന് പല കാരണങ്ങൾ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ കേസിൽ സ്പെയർ പാർട്സിൻ്റെ കേസൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ, ഇല്ലെങ്കിൽ എമർജൻസി സ്പെയർസിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ കേസിൽ അത് ആക്റ്റീവ് പാസീവ് യൂസിൻ്റെ കേസാണ് പറയുന്നത്. നമ്മളത് ആക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്തില്ല, കെപ്റ്റ് റെഡി ഫോർ യൂസ് ആണെങ്കിൽ അതിന് മുകളിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ വാങ്ങിച്ച വർഷം തന്നെ അത് അക്വയർ ചെയ്ത വർഷം പുട്ട് യൂസ് ചെയ്തില്ല, നെക്സ്റ്റ് ഇയറിലാണ് പുട്ട് യൂസ് ചെയ്തതെങ്കിൽ ഈവൻ ഒരു ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്തുള്ളൂ എങ്കിൽ പോലും അതിന് ഫുൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇയർ ഓഫ് പുട്ട് യൂസ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച അതേ വർഷം തന്നെ പുട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു കൊല്ലം അത് മോർ ദൻ 180 ഡേയ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 1 ഏപ്രിൽ തൊട്ട് 3 ഒക്ടോബർ വരെയുള്ള ദിവസത്തിനകത്ത് നമ്മൾ പുട്ട് യൂസ് ചെയ്യണം. വാങ്ങിച്ച കൊല്ലം തന്നെ ആണ് ഫുൾ റേറ്റ് ഡിപ്രിസിയേഷൻ കിട്ടും. സെക്കൻഡ് ഇയറിൽ അതിന് ഫുൾ റേറ്റ് ഡിപ്രിസിയേഷൻ ഓൾറെഡി ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഇയറിൽ അത് ബാധകമല്ല. അത് ആ വാങ്ങിച്ച ഫസ്റ്റ് ഇയറിൽ തന്നെ ലെസ് ദൻ 180 ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 4 ഒക്ടോബർ തൊട്ട് മാർച്ച് 31 യൂസ് ചെയ്തതിന് ആണെങ്കിൽ 50% ഡിപ്രിസിയേഷൻ കിട്ടുകയുള്ളൂ. സെക്കൻഡ് ഇയറിൽ ഫുൾ റേറ്റ് ഡിപ്രിസിയേഷൻ കിട്ടും, ഈവൻ ഇഫ് ഇറ്റ് യൂസ് ഫോർ ഓൺലി 1 ഡേ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പുട്ട് യൂസ് ചെയ്ത് ഫസ്റ്റ് ഇയർ വാങ്ങിച്ച വർഷം യൂസ് ചെയ്തില്ല, നെക്സ്റ്റ് ഇയറിൽ യൂസ് ചെയ്യുന്നെങ്കിൽ ഫുൾ റേറ്റ് ഡിപ്രിസിയേഷൻ കിട്ടും, ഈവൻ ഇഫ് ഇറ്റ് ഇസ് യൂസ് ഫോർ ഓൺലി 1 ഡേ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അസസി മസ്റ്റ് ഓൺ ദ അസറ്റ് പാർട്ട്ലി ഓർ ഹോളി ടു ബി എലിജിബിൾ ഫോർ ഡിപ്രിസിയേഷൻ ഓഫ് ദ അസറ്റ്. അയാൾ ഓണർ ആയിരിക്കണം. അപ്പോൾ ഒരു അസറ്റ് ഒരു ലെസ്സർ എന്ന് പറഞ്ഞാൽ ഓണർ. അപ്പോൾ അയാൾ അസറ്റ് ലെസ്സിക്ക് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് തന്നെ വാടക വാങ്ങിക്കുന്നു. ആ ഒരു കേസിൽ ഓണർ എന്ന് പറഞ്ഞ് ലെസ്സറാണ്. അപ്പോൾ അയാൾക്ക് മാത്രം ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലീസ് തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് ലീസും ഉണ്ട്, ഫിനാൻഷ്യൽ ലീസും ഉണ്ട്. അപ്പം ഫിനാൻഷ്യൽ ലീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ അയാൾ ഈ അസറ്റിൻ്റെ ഓണർഷിപ്പ് ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ചെറിയൊരു എമൗണ്ടിന് മാത്രമായിരിക്കും. പക്ഷേ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട്, അതിൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് അന്നേ അത് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ആ ഒരു കേസിലും ഫിനാൻഷ്യൽ ലീസിൻ്റെ കേസിലും ലെസർ തന്നെ ആയിരിക്കും, ഓണർ തന്നെ, ലെസറിനായിരിക്കും ഓണർഷിപ്പ് അതിൻ്റെ. No depreciation will be allowed to an assessee who does not own the asset but only hires the asset for building. ഒരാൾ അത് യൂസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയോ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഡിപ്രിസിയേഷൻ അലോ ചെയ്യുകയില്ല. In case of building, the assessee must own the superstructure and should own the land or be a lessee of the land, and lease deed must provide that the building will belong to the lessor of the land upon the expiry of the period of lease. കഴിയുമ്പം അല്ല, അത് ലെസ്സിക്ക്
അത് ഹാൻഡ് ഓവർ ചെയ്യും എന്ന് അതിനകത്ത് ഉണ്ടാവണം. അപ്പം ബിൽഡിങ്ങിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അസസി മസ്റ്റ് ഓൺ ദ സൂപ്പർസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അസസിക്ക് ആ ബിൽഡിങ് ഓൺ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഷുഡ് ഓൺ ദ ലാൻഡ്, ഇല്ലെങ്കിൽ ആ ലാൻഡ് ഓൺ ചെയ്യണം. ഓർ ബി എ ലെസി ഓഫ് ദ ലാൻഡ് ആൻഡ് ഇല്ലെങ്കിൽ അയാളെന്താണ്, അയാൾ ആ ലെസി ഓഫ് ദ ലാൻഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ലീസ് ലീഡ് മസ്റ്റ് പ്രൊവൈഡ് ദാറ്റ് the building will belong to the lessor of the land upon expiry of the period of lease. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നതാണ് where business or profession is carried out in leased building or other rights of the occupancy, the capital expenditure incurred by the assessee for the purpose of business provision or construction or any structure, renovation, extension, improvement of the building, the deposition is allowed to the deemed owner. അപ്പം നമ്മൾ ഒരു ലാൻഡ് ലീസ് ചെയ്യുന്നു, ബിൽഡിംഗ് അടക്കം ലീസ് ചെയ്യുന്നു, ഒരു 30 കൊല്ലത്തേക്ക് ലീസ് ചെയ്യുന്നു. ഈ 30 കൊല്ലത്തേക്ക് ആയിട്ട് ചിലപ്പം പല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തേണ്ടി വരും. ചിലപ്പോൾ അയാൾക്ക് ഒരു ബിൽഡിങ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, ഒരു റൂം എക്സ്ട്രാ കയറണം, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ കേസിൽ അയാൾ ഡീംഡ് ഓണറാണ്. ഡീംഡ് ഓണർ ആണെന്നുള്ള കേസിൽ അയാൾക്ക് ഡിപ്പോസിഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ദ പ്രോപ്പർട്ടി വിത്ത് ലെസ് ഈസ് അലൗഡ് ഇഫ് ഡൺ ഫോർ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. Depreciation will be allowed for assets wholly or partly in respect of assets used for business profession. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. wholly or partly ആണെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. അസസി നീഡ് നോട്ട് ബി രജിസ്റ്റേർഡ് ഓണർ. അത് രജിസ്റ്റേർഡ് ഓണർ ആവണമെന്ന് നിർബന്ധമില്ല അസസി. ഈവൻ ബെനിഫിഷ്യൽ ഓണർ ക്യാൻ ക്ലെയിം ഡിപ്പോസിഷൻ ഇഫ് എക്സിസ് കൺട്രോൾ. അയാൾ ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം കൺട്രോൾ ഇല്ലെങ്കിൽ ആസെറ്റിൻ്റെ മൊത്തം കൺട്രോൾ അയാളുടെ കയ്യിലാണെങ്കിൽ അയാൾക്ക് ഡിപ്പോസിഷൻ ക്ലെയിം ചെയ്യാം. അത് രജിസ്റ്റേർഡ് ഓണർ ആവണമെന്ന് നിർബന്ധമില്ല. ജോയിൻറ്റ് ഓണർഷിപ്പിൽ ഡിപ്പോസിഷൻസ് അലൗഡ് ഓൺ പ്രൊപ്പോർഷണൽ ബേസിസ്. ഇനി ഹയർ പർച്ചേസിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഹയർ പർച്ചേസിൻ്റെ കേസിൽ ബയറാണ് ഓണറാണ്. പക്ഷേ അയാളുടെ ഓണർഷിപ്പ് അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന എപ്പോഴാണ്? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് അയാൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കേസിൽ ഈ ഹയർ പർച്ചേസിൻ്റെ കേസിൽ ബയർക്ക് ഡിപ്പോസിഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. Okay, in case of property acquired on hire purchase, the buyer can claim depreciation even though he does not get legal title of the asset till pays the last installment, as he gets substantial right whenever contract is made. ഈ ഫിനാൻഷ്യൽ ലീസിൻ്റെ കേസിൽ എന്ത് പറ്റും? ലാസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് ഈ പറയുന്ന ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഒരു കേസിൽ അങ്ങനെയല്ല. ഈ പറയുന്ന ഓണർ തന്നെയാണ്. അയാൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അയാളുടെ പേരിൽ അയാളെ ഫുൾ റൈറ്റ്സ് ആയി കിട്ടുകയുള്ളൂ. പക്ഷേ അയാൾ തന്നെ അപ്പം ഈ ബയർ തന്നെ ആയിരിക്കും ഓണർ. അതുകൊണ്ട് അയാൾക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അസറ്റ് ഡിപ്രിസിയേഷനുണ്ട് 15%. അപ്പോൾ അയാൾ 20% ബിസിനസ് യൂസ് ചെയ്യുന്നു, അതർ യൂസ് 80% ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് 20% ഓഫ് ഓപ്പണിംഗ് WDV, 20% ഓഫ് ദ ഡിപ്രിസിയേഷൻ ഓഫ് ദ ഓപ്പണിംഗ് WDV അയാൾക്ക് ക്ലെയിം ചെയ്യാം. ബാലൻസ് 80% മറ്റേ അയാൾക്ക് ക്ലെയിം ചെയ്യാം. കേസ് 2-ൽ ഫോർ എക്സാമ്പിൾ 1 crore മോർ ദൻ 179 days അയാൾ യൂസ് ചെയ്തു ആസെറ്റ്. അങ്ങനെയാണെങ്കിൽ 50-50 ആണെങ്കിൽ ഓണർ 1 ആണെങ്കിൽ രണ്ടുപേർക്ക് 50% വെച്ച് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഫിനാൻഷ്യൽ ലീസ് ഓൾസോ ഡിപ്രിസിയേഷൻ ഈസ് അവൈലബിൾ ടു ദ ലെസർ നോട്ട് ടു ദ ലെസ്സി. ഫിനാൻഷ്യൽ ലീസിൻ്റെ കേസിൽ ലെസർ ഇല്ലെങ്കിൽ ഓണർക്കാണ് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഹയർ പർച്ചേസിൻ്റെ കേസിൽ ഡിപ്രിസിയേഷൻ വിൽ ബി അവൈലബിൾ ടു ദ ഹയർ പർച്ചേസർ. അയാൾ he gets the substantial ownership rights at the time when the contract is made. അപ്പോൾ ആ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നതാണ്. ഡിപ്രിസിയേഷൻ ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഓൺ പുട്ട് ടു യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ട്രയൽ റൺ നടത്തി കൊണ്ട് കാര്യമില്ല. പുട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഡിപ്രിസിയേഷൻ അലോ ചെയ്യും. പുട്ട് യൂസ് ചെയ്ത ഡേറ്റ് തൊട്ടാണ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് തൊട്ട്, പുട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ് തൊട്ട് ഡിപ്രിസിയേഷൻ അലോവബിൾ ആണ്. ഇനി ഹയർ പർച്ചേസ് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഹയർ വെണ്ടർ ഉണ്ട്, അതുപോലെ ഹയർ പർച്ചേസറുണ്ട്. അപ്പോൾ ഹയർ പർച്ചേസ് ചെയ്യുന്ന അയാൾ പറഞ്ഞാൽ ആ ഹയറാണ്, അയാളാണ് ഓണറായിട്ട് കണക്കാക്കിയത്. ഡിപ്പോസിഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ മൾട്ടിപ്പിൾ സ്മോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ലാസ്റ്റ് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് അയാളുടെ പേർക്ക് മൊത്തമായിട്ട് അപ്പോൾ ഓണർഷിപ്പ് സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദ അയാൾക്ക് റേറ്റ് കിട്ടും, സബ്സ്റ്റാൻഷ്യൽ റേറ്റ് ഓണർഷിപ്പ് റേറ്റ് കിട്ടും. അതാണ് എൻ്റെ കേസ്. ഓക്കെ, നമ്മളിവിടെ സെക്ഷൻ 32ൻ്റെ ഒരു പാർട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ അലവൻസസ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഒരു വലിയൊരു പോർഷൻ ഇവിടെ കവർ ചെയ്തു സെക്ഷൻ 32ൻ്റെ. ഇത് നമുക്ക് മോർ ദാൻ 1 ക്ലാസ് ഉണ്ടെങ്കിലേ തീരുകയുള്ളൂ. 3 ക്ലാസ്സോ 4 ക്ലാസ്സോ വേണ്ടി വരും, എന്നാൽ മാത്രമേ ഇത് തീരുകയുള്ളൂ. അത്രത്തോളം വലിയൊരു സെക്ഷനാണിത്. അപ്പം ഇതിൻ്റെ ബാക്കി ബാലൻസ് പോർഷൻ നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.